മക്കളെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇവിടെ ABCD എന്ന് പറയുന്നത് ഒരു സമചതുരമാണ്. നിങ്ങൾ ഈ കാണുന്നത് എക്സ് ആക്സിസ് ആണ്. അതിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് P. വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് P. ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ടത് സമചതുരമാണെങ്കിൽ PA എന്ന് പറയുന്നതും PD എന്ന് പറയുന്നതും PC എന്ന് പറയുന്നതും PB എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് ഈ 4 മൂലയിലേക്കുള്ള ദൂരം സെയിം ആണ്. ഇവിടെ P നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് 1 0 ആണ്, ഇത് 1 -5 ആണ്. ശരിയല്ലേ? അതായത് ഇതിൽ y കോർഡിനേറ്റ്സ് മാത്രമേ ഡിഫറെന്റ് ആയിട്ടുള്ളൂ. എക്സ് കോർഡിനേറ്റ്സ് സെയിം ആണ്. അതായത് കുത്തനുള്ള ലൈനാണ്. ശരിയല്ലേ? കുത്തനുള്ള ലൈനാണ്. അപ്പൊ അത് തമ്മിലുള്ള അകലം PA എന്ന് പറയുന്ന നീളം കാണാൻ 0 നിന്ന് -5 എത്ര ഉണ്ടാ? 5 യൂണിറ്റ്സ്. ശരിയല്ലേ? ഈ നീളം എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആണ്. അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നീളം കാണാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 0 -5 എന്നൊക്കെ എഴുതാം. അങ്ങനെയൊന്നും ആവശ്യമില്ല. 0 നിന്ന് -5 എന്ന് പറഞ്ഞാൽ 5 താഴോട്ട്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് C എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1, ആലോചിച്ച് നോക്ക്, 0 നിന്ന് 5 മുകളിലേക്ക് +5. ശരിയല്ലേ? 1, 5. സിമ്പിൾ. ഇനി ഇത് എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ് B എന്ന് പറയുന്നത്. B എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ്. ആലോചിച്ച് നോക്കുക, 1 നിന്ന് ബിയിലേക്ക് വരുമ്പോൾ 5 യൂണിറ്റ് മുന്നോട്ടാ അല്ലേ? 5 യൂണിറ്റ് മുന്നോട്ട്. അപ്പൊ 6, 0, 6, 0. വളരെ സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാം. ഇതേപോലെ D എന്ന് പറയുമ്പോൾ അതും എക്സ് ആക്സിസിലുള്ള പോയിന്റ് ആണ്. അതിന്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? ഇവിടെ എക്സ് കോർഡിനേറ്റ് 1ൽ നിന്ന് 5 യൂണിറ്റ് ബാക്കോട്ടാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞു PA എന്ന് പറയുന്നതും PB എന്ന് പറയുന്നതും PC എന്ന് പറയുന്നതും PD എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ D എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് മക്കൾ കമന്റ് ചെയ്യും.